നമസ്കാരം. നമ്മളുടെ തൃശ്ശൂർ ആമ്പല്ലൂർ റൂട്ടിൽ തുറവ് എന്ന് പറഞ്ഞ സ്ഥലം ഉണ്ടായിരുന്നു. പണ്ടൊക്കെ അതിൽ കൂടെ ബസ്സിൽ പോകുമ്പോൾ ഈ തുറവ് വരുമ്പോൾ അവിടെ ഒരു ഗേറ്റ്, മറ്റേ റെയിൽവേ ക്രോസ് ഉണ്ട്. ഇപ്പം അതില്ല. അവിടെ വണ്ടി നിർത്തും, ബസ് നിർത്തും. വണ്ടി പോയിട്ടാണ്, ട്രെയിൻ പോയിട്ടാണ് പിന്നെ ബസ് എടുക്കാൻ പറ്റുള്ളൂ, വാഹനം എടുക്കാൻ പറ്റുള്ളൂ. ആ സ്ഥലത്ത് ഞങ്ങളൊരു ബന്ധു ഉണ്ടായിരുന്നു. അവിടെ പോയ സമയത്ത് അവർ പറയുന്നൊരു കഥയുണ്ട്. അവിടെ നന്നായിട്ട് അധ്വാനിക്കുന്ന ഒരാളുണ്ടായിരുന്നു. അവിടെയുള്ള വീടുകളിലേക്കും തൊഴിൽ അങ്ങനെ എടുക്കുക. കുറേ അയാൾ വൈകുന്നേരം ആയി കഴിഞ്ഞാൽ കള്ളു കുടിക്കും. കള്ളു കുടിച്ച ആൾക്കൊന്ന് കിടന്നുറങ്ങണം. പകൽ തന്നെ, വൈകുന്നേരം തന്നെ വൈകുന്നേരം ജോലി കഴിഞ്ഞ് അവിടെ തന്നെ ഒരു കുളത്തിൽ മുങ്ങിയിട്ട് അയാൾ കിടന്നുറങ്ങാൻ പോകും. ഒരു 6 മണി 7 മണി ആകുമ്പോൾ ആ കിടന്നുറക്കാൻ കേട്ടോ. എവിടെയാണ് കിടന്നുറങ്ങുകയെന്ന് അറിയോ? ആ തീവണ്ടി വരുന്ന പാളത്തിൻ്റെ മേലെ തലവെച്ച് കിടന്നുറങ്ങും. അയാളുടെ പോലും പറയുന്നത് എൻ്റെ അവസാനം അവിടെ കൊണ്ടാണ്. പക്ഷെ ഒന്നും സംഭവിച്ചില്ല. കുറേ കാലം. ഒരു ദിവസം എല്ലാം ചിന്നിച്ചെതറി. അയാളെ കാണിച്ചത് സാഹസമല്ലേ? ഞാനിത് പറയാനൊരു കാര്യമുണ്ട്. നാഗപ്പൂരിൽ RSSൻ്റെ കാര്യാലയത്തിലെ തൊള്ളയിൽ കൊണ്ടുപോയിട്ട് ഒരു കത്തോലിക്ക സ്കൂള്. എന്നപ്പോൾ അതിൻ്റെ ഗതി എന്താണെന്ന് ഇപ്പോൾ ഊഹിക്കാൻ പറ്റിയല്ലോ. ആ സ്കൂളിൻ്റെ ഗതി എന്തായിന്ന് ഞാൻ മുമ്പ് പറഞ്ഞ കഥയുമായിട്ട് കൂട്ടിയണക്കുമ്പോൾ നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്നുണ്ടല്ലോ. രാഷ്ട്രീയ സ്വയം സേവക സംഘപരിവാറിൻ്റെ ഈ രാഷ്ട്രീയ RSS അതിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ഉള്ളത് നാഗപ്പൂരാണ്. ഏകദേശം ഇന്ത്യയുടെ സെൻട്രലായിട്ട് വരും നാഗപ്പൂര്. ഈ നാഗപ്പൂരിൽ RSS കാര്യാലയത്തിന് തൊള്ളയിൽ കൊണ്ടുപോയിട്ടൊരു സ്കൂൾ കൊണ്ടുവച്ചിരുന്നു, കത്തോലിക്ക സ്കൂള്. ഇന്നലെ ഈ നാഗപ്പൂരിലെ മഹാരാഷ്ട്രയിലാണ്, മഹാരാഷ്ട്ര സംസ്ഥാനത്തിലാണ് നാഗപ്പൂരിലെ കത്തോലിക്ക സ്കൂളിൽ ഇന്നലെ മുതൽ അവിടെ കാണാനില്ലെന്നല്ല, 2 ദിവസം മുമ്പ് കണ്ട രൂപത്തിലല്ല ഇന്നിപ്പോൾ ആ സ്കൂള്. കുറേ ആൾക്കാർ ചെന്ന് ആ സ്കൂൾ അങ്ങോട്ട് തല്ലി തകർത്തു. അജ്ഞാത സംഘമാണ്. സംഭവം നാഗപ്പൂരിലാണ് നടന്നത്. കത്തോലിക്ക സ്കൂളിനകത്താണ്. അൾത്താരയിലും കയറിയിട്ടുണ്ട്, അടിച്ച് എല്ലാം തകർത്ത് കളഞ്ഞിട്ടുണ്ട്. ആരായിരിക്കും അത് ചെയ്തിട്ടുണ്ടാകുക? പോലീസിന് അറിയില്ല. അജ്ഞാത സംഘം. നിങ്ങൾക്ക് മനസ്സിലായോ? മനസ്സിലായില്ലേ? എനിക്ക് മനസ്സിലായി. നിങ്ങൾക്ക് മനസ്സിലായോ? അതന്നെ അല്ലാണ്ട് ആരാ? കീചകൻ ചത്തിട്ടുണ്ടെങ്കിൽ കൊന്നത് ആരാന്ന് ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ. അജ്ഞാത സംഘം പ്രിൻസിപ്പലിൻ്റെ ഓഫീസിൽ കയറി കൊള്ളയടിച്ചു. അവിടെയുള്ളതൊക്കെയും കൊണ്ടുപോയി. സ്കൂളിനകത്ത് ഒരു പള്ളിയുണ്ട്. ഇതൊക്കെയാണ് ഇവർ കാണിക്കുന്ന അപകടങ്ങൾ. അടിയിൽ പള്ളിയുടെ മുമ്പിൽ, സ്കൂളിൻ്റെ മുമ്പിൽ ഒരു പ്രതിമ ഉണ്ടായിരിക്കും, യേശുക്രിസ്തുവിൻ്റെ. അങ്ങനെ അവരുടെ അമ്മയുടെ മടിയിൽ കിടക്കുന്ന, അല്ലെങ്കിൽ കുരിശുമ്മ തറച്ച് അതൊക്കെ അവിടെ വെച്ചിട്ടുണ്ടായിരിക്കും. പിന്നെ സ്കൂളിൻ്റെ വാതിലുമൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും, വാളെടുത്തവൻ വാളാലെ, അങ്ങനെയുള്ള ബൈബിൾ വചനങ്ങൾ. ഉദ്ദേശ്യം എന്താണെന്ന് നമുക്കറിയാലോ. ആളെപ്പിടുത്തം, അതായത് മതം മാറ്റം, കൺവെർഷൻ നടത്തിയിട്ട് അവർ പറയും ഞങ്ങളാരും കൺവെർഷൻ നടത്തിയിട്ടില്ല. അവരായിട്ട് അവരുടെ താല്പര്യം കൊണ്ട് കൺവെർഷൻ നടത്തിയ ആളോട് വിളിച്ചു വയ്ക്കുക, നിങ്ങളെ ഇവരാരെങ്കിലും നിർബന്ധിച്ചേ? ഒരു നിർബന്ധം ഉണ്ടായിട്ടില്ല, ഞങ്ങളുടെ ഇഷ്ടപ്രകാരം. പിന്നെ എന്ത് ചെയ്യും? കേസെടുക്കാൻ പറ്റുമോ? അപ്പം പിന്നെ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ, ഇവരുടെ കുബുദ്ധി. ആ കുബുദ്ധി
ഇവിടുത്തെ ഹിന്ദു മതത്തിൻ്റെ മേലെ കരിവാരി തേക്കുന്നു എന്നുള്ളൊരു ഉറപ്പ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് പെരുമാറുക അതേ മാർഗമുള്ളൂ. എത്ര പറഞ്ഞാലും നേരെയാവില്ലെങ്കിൽ സാവധാന ഭേദം കഴിഞ്ഞാൽ പിന്നെ ദണ്ഡം തന്നെയാണ്. ചതുരുപായങ്ങളിൽ ദണ്ഡം തന്നെയാണ് അവശേഷിക്കുന്നത്. അതാണ് ഇപ്പോൾ ഉത്തരേന്ത്യയിൽ ഹിന്ദുക്കൾ, മുഴുവൻ ആർസാരെന്ന് പറയാൻ പറ്റില്ല, ഹിന്ദുക്കൾ അവരേറ്റെടുത്തിട്ടുള്ള നയം അതാണ്. അൾത്താര തല്ലി തകർത്തു. അവിടെ കയറിയിട്ട് തിരുവോസ്തി അടങ്ങിയിട്ടുള്ള സക്രാരി എടുത്തു കൊണ്ടുപോയി അവർ. ചാപ്പിൽ തല്ലി തകർത്ത് അശുദ്ധമാക്കിയിട്ടുണ്ട്. ഇവിടെ നാഗപ്പൂരിൽ, ഞാൻ നാഗപ്പൂരിലുണ്ടായിരുന്നു. ഞങ്ങളുടെ ഒരു ആശ്രമം അവിടെയുണ്ട്. അവിടെ ഞാനുണ്ടായിരുന്നു. ഏകദേശം 1 കൊല്ലത്തിന് മേലെ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അന്ന് എനിക്ക് ഈ സ്ഥലങ്ങളൊക്കെ അറിയാം. കാട്ടോള് പോലെയുള്ള സ്ഥലങ്ങളൊക്കെ എനിക്കറിയാം. നഗരത്തിലെ ബുട്ടിബൊരി എന്ന് പറയും, ബുട്ടിബോറി എന്ന് പറയും. അവിടെയുള്ള ഒരു സന്യാസ സമൂഹമുണ്ട്, ക്ലാര സന്യാസ സമുദായം എന്ന് പറയും. ക്ലരീഷ്യൻ സന്യാസ സമൂഹത്തിൻ്റെ ഉടമസ്ഥതയിലുള്ളതാണ് ഈ സ്കൂള്. സെൻറ്റ് ക്ലാരറ്റ് സ്കൂൾ എന്നാണ് പേര്. അവിടെ ഈ 14-ാം തീയതിയാണ് ഈ അടിമുട്ടിയത്. സ്കൂളിൻ്റെ പിൻവാതിൽ തകർത്തിട്ടാണ് മുഖംമൂടികൾ അവിടെ എത്തിയത്. മുഖംമൂടി ധരിച്ച ആളുകൾ, മുഖംമൂടികളല്ല, അങ്ങനെ ആൾക്കാരില്ലല്ലോ, മുഖംമൂടി ധരിച്ചെത്തിയ ആളുകൾ, അക്രമി സംഘം അകത്ത് പ്രവേശിച്ചിട്ടുള്ളത്. സംഭവം അങ്ങേയറ്റം ആശങ്ക നൽകുന്നതാണെന്ന് നാഗപ്പൂർ ആർച്ച് ബിഷപ്പ് ഡോക്ടർ ഏലിയാസ് ഗോൺസാൽവസ് പറഞ്ഞു. വിശ്രമിക്കാൻ വേണ്ടിയിട്ട് തീവണ്ടിപ്പാളത്തും ആ തലവെച്ച് കിടക്കുമ്പോൾ അറിയണമായിരുന്നു ഇന്നല്ലെങ്കിൽ നാളെ ആ തീവണ്ടി വരുന്നു. ഉത്തരേന്ത്യയിൽ പോയി കൺവെർഷനുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് കാര്യം ചെയ്താലും ഈ തീവണ്ടി വന്ന് ഇടിക്കുന്നതായിട്ടുണ്ട്. ആയതുകൊണ്ട് തന്നെ ഈ കൺവെർഷൻ കാര്യങ്ങളൊന്നും നടത്താത്ത സമൂഹം അവിടെ പോയാലും, എന്താ പേര്, ജോസഫ്, തല്ലവനെ പിടിച്ച് അടിക്ക്. വെള്ളം വേറിട്ട് നടക്കുന്ന ഒരു കുരിശ് ധരിച്ച് നടക്കുന്ന ശിരോവസ്ത്രം, സഭാവസ്ത്രം ഇട്ട് നടക്കുന്ന ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ തല്ല്. ഇനിയിപ്പോൾ അവർ അവിടെ കൺവെർഷൻ നടത്തിയിട്ടുണ്ടോ നടത്തിയിട്ടില്ല, ഇതൊന്നും നമുക്ക് പ്രശ്നമില്ല. ഇതാണ് ഇപ്പോൾ ഉത്തരേന്ത്യയിലെ സ്ഥിതി. എന്തിനാണ് ഇവർ ഉത്തരേന്ത്യയിലേക്ക് പോകുന്നത്? തല്ല് വാങ്ങിക്കാൻ വേണ്ടി, തല്ല് കൊടുക്കാൻ വേണ്ടി, ഇവർക്ക് തല്ല് കൊടുക്കാൻ നിൽക്കുന്ന ഹിന്ദുക്കളെ ഇവരെന്തിനാ നേരെയാക്കുന്നത്? ഞങ്ങളെ തല്ലുകയാണല്ലേ, ഇനി നിങ്ങൾക്ക് ഞങ്ങൾ കരിയും തരില്ല, തുണിയും തരില്ല, പുകയില്ലാത്ത അടുപ്പും തരില്ല ഞങ്ങൾ എന്ന് പറഞ്ഞ് പിരിഞ്ഞു പോന്നാൽ മതിയല്ലോ. അതല്ലെങ്കിൽ ചോദ്യമുണ്ട്, എന്തുകൊണ്ടാണ് ഹിന്ദുക്കളെ മാത്രം ഇവർ മാടി വിളിക്കുന്നത്? ഇവരുടെ പള്ളികളിൽ ഒരു മുസ്ലിമും പോലും പോകുന്നില്ലല്ലോ, ഇവർ വിളിക്കുന്നില്ലല്ലോ. ഒരു മുസ്ലിമിനെയും മതം മാറ്റിയ ചരിത്രവുമില്ല. മുസ്ലിങ്ങൾ സ്വന്തം ഇഷ്ടപ്രകാരം മതം മാറിയിട്ടുണ്ടാവും. അതിന് ചില പ്രൊസീജിയറുണ്ട്, ഇന്ത്യ ഗവൺമെൻറ് അംഗീകരിച്ച ചില പ്രൊസീജിയറുണ്ട്, അങ്ങനെ മതം മാറാം. അതിൻ്റെ പേരിൽ ആരും ഒന്നും ചെയ്യാൻ പോകുന്നില്ല. പക്ഷേ പ്രലോഭനങ്ങളിലൂടെ, പലതരം പ്രകോപനങ്ങളിലൂടെയൊക്കെ മതം മാറ്റുമ്പോഴാണ് ഈ പിൻകഴുത്തിൽ അടി കിട്ടുന്നതെന്ന് അർത്ഥം. ഇവിടെ വന്നവരുടെ ലക്ഷ്യം കവർച്ചയായിരുന്നോ അതോ ഈ കൺവെർഷനുമായിട്ട് ബന്ധപ്പെട്ട് കൊണ്ടുള്ള ഒരു പ്രവർത്തനമായിരുന്നോ? അതും കൃത്യമായിട്ട് പറയാൻ കഴിയാത്തൊരു സാഹചര്യമാണ്. കാരണം മുഖംമൂടികളാണ് വന്നു പോയത്. അവർ ജയ് വിളിക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പേരൊന്നും പറഞ്ഞില്ല. എവിടെയെങ്കിലും ടവൽ കൈമ ചുറ്റിയിട്ടുണ്ടെങ്കിൽ അത് കാവ്യെന്ന് പറയാമായിരുന്നു. പോലീസിൽ പരാതി നൽകി. കവർച്ച ചെയ്യപ്പെട്ട സക്രാരി അത് കൊണ്ടുപോയി അവർ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അത് വളരെ ആശങ്കാജനകമാണെന്ന് പറഞ്ഞു. പോലീസിന് പരാതി നൽകിയ സമയത്ത് അവർ പറഞ്ഞത്, നിങ്ങളുടെ പള്ളിയിൽ ഇനി അക്രമം ഉണ്ടാകുമ്പോൾ വിളിച്ചു പറയുക, ഞങ്ങൾ ഉടനെ ഓടി വരാമെന്ന്. അപ്പോൾ കഴിഞ്ഞത് കഴിഞ്ഞു. കാരണം അവിടെ ഒരു കേസ് എടുത്തു കഴിഞ്ഞാൽ
ആരും അവരെ സപ്പോർട്ട് ചെയ്യാൻ, കോടതി അടക്കമുള്ള ആൾക്കാരെ സപ്പോർട്ട് ചെയ്യാൻ, അഡ്മിനിസ്ട്രേറ്റർമാരെ സപ്പോർട്ട് ചെയ്യാൻ ഉണ്ടാവില്ല. അപ്പോൾ പിന്നെ കേസ് കൊടുക്കാതിരിക്കുന്നതല്ലേ നല്ലത്. പോലീസുകാർ അതാ പറയുന്നത്, നിങ്ങളിനി വെറുതെ അതിൻ്റെ പുറകിൽ നടക്കണ്ടായെന്ന്. പരിശുദ്ധ കുർബാനയെ അധിക്ഷേപിച്ചതിന് പരിഹാരമായിട്ട് ഈ മാസം 23-ന് അവിടുത്തെ അതിരൂപതയിലുടനീളം പ്രാർത്ഥനയിലൂടെയുള്ള പ്രതിഷേധം, പ്രാർത്ഥനാ ദിനാചരണം നടത്താനും ആർച്ച് ബിഷപ്പ് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. അടുത്ത തല്ലിനുള്ള സാഹചര്യം ഒരുക്കുകയാണ്. ഇപ്പോൾ ഇവിടെ നടന്ന സംഭവം അത് പരിശുദ്ധ കുർബാനയെ പള്ളി അധിക്ഷേപിച്ചതാണ്, ക്രിസ്ത്യാനിറ്റിയെ അധിക്ഷേപിച്ചതാണ്. അതിന് പരിഹാരമായിട്ട്, അതിന് പ്രതിഷേധമായിട്ട് ഈ വരുന്ന 23-ാം തീയതി ആ അതിരൂപതയിൽ, അവിടെയുണ്ട് രൂപത അവിടെയുണ്ട്. ആ 23 അതിരൂപതയിലുടനീളം പ്രാർത്ഥനാ ദിനാചരണവും നടത്താൻ ആർച്ച് ബിഷപ്പ് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. കുരിശും പന്തവുമായിട്ട് റോട്ടിൽ കൂടെ പ്രാർത്ഥനയുമായിട്ട് വലം വയ്ക്കുക, ചെന്ന് തലവയ്ക്കുക എന്നർത്ഥം. അവർക്കതാണ് വേണ്ടത്. ഞങ്ങൾ അടി വാങ്ങിക്കുന്നു, തല്ല് വാങ്ങിക്കുന്നു, എന്നിട്ടും ഒരു ചവിടത്ത് അടി കിട്ടും, മറ്റേ ചവിടത്ത് കാണിച്ചു കൊടുക്കുന്നു. ഞങ്ങൾ അങ്ങനെയുള്ളവരാണ്, ഞങ്ങൾ സഹനം ശീലിച്ചവരാണ്, അവർ ചെയ്യുന്ന എന്താണെന്ന് അവർക്ക് അറിയില്ല എന്ന് പ്രഖ്യാപിച്ച് അവർക്ക് മാപ്പ് കൊടുക്കാൻ ദൈവത്തോട് അപേക്ഷിക്കുന്നവരാണ്. ഇതിലൊക്കെയുള്ള അവസരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് ചെയ്യുന്നത്, ചെന്ന് കയറി തലവയ്ക്കുന്നത്. ഏതായാലും 23-ാം തീയതി അതിരൂപതയിലെ എല്ലാ പള്ളികളിലും ഭവനങ്ങളിലും അവർക്ക് അനുയോജ്യമായ രീതിയിൽ, അവർക്ക് അനുയോജ്യമായ സമയത്ത് 1 മണിക്കൂർ ദിവ്യകാരുണ്യ ആരാധന നടത്തണമെന്നും ഈ ആർച്ച് ബിഷപ്പ് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സംഭവം മതവികാരം വ്രണപ്പെടുത്താനുള്ള ആസൂത്രിതമായിട്ടുള്ള ശ്രമമായിട്ട് കാണാനാകൂ എന്നാണ് അവിടുത്തെ മുതിർന്ന പത്രപ്രവർത്തകരും ഓൾ ഇന്ത്യ കാത്തലിക് യൂണിയൻ വക്താവുമായിട്ടുള്ള ജോൺ ദയാൽ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ, പ്രത്യേകിച്ചും തുറന്നു പറയുകയാണെങ്കിൽ, സംഘപരിവാറിൻ്റെ ഭരണം നടക്കുന്ന ഇന്ത്യയിൽ ഇത്തരം കാര്യങ്ങൾക്ക് മുതിരാതെ ഒന്ന് ബാക്ക് ഫുട്ട് വയ്ക്കുന്നതാണ് ക്രൈസ്തവ മേലധികാരികൾക്ക് നല്ലത്. അതല്ലെങ്കിൽ ഒരു ഫാദർ 2 കന്യാസ്ത്രീകൾ കൂടിയിട്ട് അവിടെ കാര്യങ്ങൾ നടത്തുക, അവിടുത്തെ മതപ്രചാരണം നടത്തുക, അല്ലെങ്കിൽ സാമൂഹ്യ സേവനം നടത്തുക. തല്ല് കിട്ടുന്ന ആർക്കായിരിക്കും എന്നറിയോ? അവിടെ വരുന്നവിടെ എല്ലാവർക്കും. അത്തരം സാഹചര്യങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ഒന്ന് പിന്മാറുന്നതാണ് നല്ലത്. സംഘപരിവാറിൻ്റെ നിയന്ത്രണത്തിൽ നിന്ന് ഈ മഹാരാജ്യം വിട്ടു പോകുന്നത് വരെ നിങ്ങൾ ഉത്തരേന്ത്യയിലേക്ക് പോയില്ലെങ്കിലും കുഴപ്പമില്ല, പോയാൽ വലിയ കുഴപ്പവുമാണ്. അതിപ്പോൾ ദിവസമുള്ള വാർത്തകൾ കൊണ്ട് അറിയുന്നുണ്ടല്ലോ. എനിക്ക് നിങ്ങളുടെ ഇഷ്ടം. നമസ്കാരം.